Okay. Hello, good evening all. Welcome Very to good Nimble evening. Academy's own training trainer talk. ഞാൻ ഡോക്ടർ നെയ്മ മലപ്പുറം മഞ്ചേരിയാണ് സ്വദേശം. ഹോമിയോപ്പതി ഡോക്ടർ ആൻഡ് സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. വിംബിൾ അക്കാഡമിയുടെ ട്രെയിനർ പ്രോഗ്രാമിലെ 21st ബാച്ച് മെമ്പർ ആണ്. അപ്പോൾ നമ്മുടെ സ്വന്തം വിംബിൾ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനർ സ്റ്റോക്കിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു വെബിനാർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ഈ ഒരു വിംബിളിലേക്ക് എത്തിപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎക്സ്പെക്ടഡ്ലി ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്നതിന്റെ ഇടയിൽ CBTന്റെ ഒരു കോഴ്സ് കാണുകയും അതിലാണ് ജോയിൻ ചെയ്യുന്നത്. അതുവഴി മറ്റു 2-3 കോഴ്സിലൊക്കെ ഞാൻ വിംബിൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്തരം വെബിനാർസിനെ കുറിച്ചിട്ട് ഞാൻ അറിയുന്നത്. അങ്ങനെ ഇത് ഓരോ വെബിനാർസും ഞാൻ ലൈവായിട്ട് കാണും, അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡ്, കാരണം ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ആയിരിക്കും ഓരോരോ ട്രെയിനേഴ്സും കണ്ടക്ട് ചെയ്യുന്നിട്ടുണ്ടാവാം. അപ്പൊ അതിന്റെ ഒക്കെ റെക്കോർഡിംഗ് ആയിട്ടെങ്കിലും നമ്മൾ കേൾക്കും. അങ്ങനെയാണ് ഇത് എന്താണ്, എങ്ങനെയാണ് ഇതിൽ ട്രെയിനേഴ്സ് ആവുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇത് അവതരിപ്പിക്കുന്നത്, എന്താണ് ഇത് അറിയാൻ വേണ്ടിയിട്ട് വിംബിളിന്റെ ഇങ്ങനെ ഓരോരോ പോസ്റ്റ് നോക്കുന്നതിന്റെ ഇടയിലാണ് അൺഎക്സ്പെക്ടഡ്ലി ഫൈസൽ സാറിന്റെ ഒരു യൂട്യൂബിലുള്ള ഒരു വീഡിയോ ഞാൻ കാണുന്നത്. ഒരു 1.5 hour സെഷൻ ഉണ്ടായിരുന്നു. ഞാനത് യൂട്യൂബിൽ മുഴുവനായിട്ട് ഞാനത് കാണുകയും അപ്പൊ തന്നെ ഓൾറെഡി 21st ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ വിളിച്ച് ജോയിൻ ചെയ്തു. ഞാനൊരു ക്യാമ്പും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ആളാണ്. ഇങ്ങനെ അവയർനെസ് സെഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു ട്രെയിനിങ് എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഒരു ട്രെയിനർ ആവുന്നത്, എങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആവാം. ഇനിയിപ്പോ ഒന്നും അറിയില്ല, ജസ്റ്റ് എനിക്ക് ട്രെയിനർ ആവണം എന്നുള്ള ജസ്റ്റ് ഒരു ആഗ്രഹം മാത്രം ഉള്ളിൽ വെച്ച് വരുന്ന ഒരാൾക്ക് ഫ്രം ദി ബേസിക് അഡ്വാൻസ് ലെവല് വരെ നമുക്ക് സാറ് പഠിപ്പിച്ചു തരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര നമുക്ക് ഒരു ബോറടി ഇല്ലാതെ നമുക്ക് ഓരോ നോളേജും വളരെ വ്യക്തമായും കൃത്യമായും സാറ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സാറ് മാത്രമല്ല, നമ്മൾക്ക് എടുക്കുന്ന ഓരോ ടാസ്കിനും വളരെ കൃത്യമായിട്ട് ഫുള്ള് കേട്ട് അതിന് കൃത്യമായ രീതിയിൽ നമുക്ക് മറുപടി പറഞ്ഞു തരുന്ന നമ്മുടെ സ്വന്തം അർച്ചന മാം, അല്ലെങ്കിൽ നമ്മുടെ ഇതിലുള്ള മെന്റേഴ്സ്. കാരണം ഇവരുടെയൊക്കെ എഫർട്ടാണ് നമ്മളെ പോലെയുള്ളവർക്ക് ഒരു ട്രെയിനർ ആവാനുള്ള, ഇവരൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അവരുടെ ഒക്കെ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ എങ്ങനെയാവണം അവരുടെ നമ്മളുള്ളിലുള്ള തിരുത്തലുകൾ, നമ്മുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതൊക്കെ നമുക്ക് ഓരോരോ നമ്മുടെ വളർച്ചയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ജേണിയിൽ നമുക്ക് അത്രയും സഹായമാവുന്നുണ്ട്. അപ്പൊ ഒരു ബേസ് അറിയാത്ത ഒരാൾ വന്നാലും ട്രെയിനർ പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് നമുക്കൊരു നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള, ഭയങ്കര കോൺഫിഡന്റ്, നമുക്കൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാവുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം എന്നത് വരെ നമുക്ക് നമ്മൾ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. അത് നമുക്ക് തരുന്ന ടാസ്കുകൾ, നമുക്ക് തരുന്ന പ്രോഗ്രാംസുകൾ, നമുക്കൊരു ലൈവ് സെഷൻസ് എങ്ങനെ സംഘടിപ്പിക്കാം, എങ്ങനെ സംസാരിക്കാം, ആ രീതിയിലൊക്കെ ഇവര് നമ്മൾ എത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഞാൻ വരാം. ഇന്ന് നമ്മളെ പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്നത്തെ വെബിനാർ നടത്തുന്നത്, അവതാരികയായിട്ട് എത്തിയിട്ടുള്ളത് മിസ്സസ് അഫ്നാൻ പാഴേരി മാം ആണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ ആണ്. കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി ഡിപ്ലോമ ഉണ്ട്. അപ്പൊ മാം ഇന്ന് നമുക്കൊക്കെ അവതരിപ്പിക്കുന്ന വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് സൊല്യൂഷൻ ആണ്. നമുക്കൊക്കെ അറിയാം, നമുക്ക് ഡെയിലി ലൈഫിൽ സ്ട്രെസ് നമുക്കൊക്കെ ഒന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അല്ലെ സ്ട്രെസ്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം? ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും ഇന്നൊക്കെ അവൈലബിൾ ആണ്, എങ്ങനെ അങ്ങനെ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ പ്രാക്ടിക്കലി നമുക്ക് ഈ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം? നമ്മുടെ ലൈഫിൽ പീസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ നമുക്ക് നമ്മുടെ മൈൻഡിൽ കാമാക്കിയിട്ട് എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ജോലിയിലായിക്കോട്ടെ എങ്ങനെ നമ്മുടെ മൈൻഡിലും ബോഡിയിലും പീസ് കൊണ്ടുവരാം എന്നതിനെയൊക്കെ കുറിച്ചിട്ടുള്ള, എങ്ങനെ നമുക്ക് സ്ട്രെസ്സിന് മാറ്റി സൊല്യൂഷൻ കണ്ടുപിടിക്കാം, എങ്ങനെ ഇതിനെ ഫൈൻഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് പറഞ്ഞു തരാൻ വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ അവതരിപ്പിക്കുന്നത് നമ്മുടെ അഫ്നാൻ മാം ആണ്. അപ്പോ മാമിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെ ഇവിടെയുള്ള ഓക്കെ ഇവിടെ ജോയിൻ ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞാൻ ഈ വിംബിൾ അക്കാഡമിയിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രെയിനർ സ്റ്റോക്കിലേക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാം. ഗുഡ് ഈവനിങ് എവരിബഡി. ഗുഡ് ഈവനിങ്. നമ്മളെല്ലാവരും ജോലിയും മറ്റുള്ള എല്ലാ തിരക്കുകളും കഴിഞ്ഞ്, ഇവൻ മേ ബി ചില ആളുകൾ റിലാക്സ്ഡ് ആയിട്ടുണ്ടാവില്ല.
ഇപ്പോഴും ചെറിയൊരു സ്ട്രെസ്സിലായിരിക്കും അല്ലേ? അപ്പോൾ ആക്ച്വലി ഈ ജീവിതത്തിൽ സ്ട്രെസ് എന്നൊരു സംഭവം അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്ന ആ ഒരു പാർട്ട് ഓഫ് ലൈഫാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര ഒരാള് ഞാൻ സ്ട്രെസ്ഫുൾ അല്ല, അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ പീസ്ഫുൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ടോട്ടലി പീസ്ഫുൾ ആയിക്കോടുന്നില്ല. സോ എന്താണ് സ്ട്രെസ്, അല്ലെങ്കിൽ വാട്ട് സ്ട്രെസ്സസ് യു? ആരെങ്കിലും പറയോ ശരിക്കും സ്ട്രെസ് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു ഫീൽ? അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്ട്രെസ് തരുന്നത്? ആരെങ്കിലും? സമാധാനം തകർക്കുന്നല്ല. ശരിയാണ്, സമാധാനം, സന്തോഷം തകർക്കുന്ന ഒക്കെ സ്ട്രെസ്സാണ് നമുക്ക് അല്ലെ. ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്ന പോലെ അനങ്ങിയ ഡിപ്രഷനാണ് പറയും. ഈവൻ അവര് ജസ്റ്റ് ഒരു ടെൻഷൻ അടിച്ചു കഴിഞ്ഞാലും സങ്കടം വന്നു കഴിഞ്ഞാലും അവർ പറയുന്ന ഒരു പ്രയോഗം അല്ലെങ്കിൽ ഒരു വാക്കാണ് ഡിപ്രഷനാണ്. ശരിക്കും അവർ ഡിപ്രഷൻ എന്താണ്, എന്തിനാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കാം. അതേപോലെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്സാണ്, ടെൻഷനാണ്, ഭയങ്കര സ്ട്രെസ്സാണെന്നുള്ള സംഭവം. ആക്ച്വലി സ്ട്രെസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ ദിവസം സ്ട്രെസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ മൈൻഡും ബോഡിയും വിചാരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ടൈമും എനർജിനെക്കാട്ടി എക്സീഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് വരിക, ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ലിമിറ്റ് നമ്മുടെ ബോഡിന്റെയും മൈൻഡിന്റെയും എനർജിന്റെയും ടൈമിന്റെയും ലിമിറ്റ് എക്സീഡ് ആയി കഴിയുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഈ സ്ട്രെസ് അനുഭവിക്കപ്പെടുന്നത്. സ്ട്രെസ് കൂടുമ്പോൾ തന്നെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കൂടുമ്പോൾ തന്നെ സ്ട്രെസ് കൂടിക്കൂടി വരും. കോർട്ടിസോൾ നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ മൈൻഡും ബോഡിയും വിചാരിക്കുന്ന രീതിയിലേക്കാളും അപ്പുറത്തേക്കാണ് നമ്മുടെ സിറ്റുവേഷൻസ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എക്സീഡ് ചെയ്യാൻ പറ്റാത്തതോ, അല്ലെങ്കിൽ അത് അതേപോലെ നടക്കാൻ പറ്റാത്ത രീതിക്കാണെങ്കിലോ, അല്ലെങ്കിൽ ടൈം വളരെ കുറവാണ് സംഭവത്തിന്, അതല്ലാന്നുണ്ടെങ്കിൽ എനർജി വളരെ കുറവാണ്, ബോഡി വീക്ക് ആയിക്കോട്ടെ ടൈം വീക്ക് ആയിക്കോട്ടെ, ഇത് രണ്ടും മൈൻഡിനെയും ബോഡിനെയും നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കുറവുകളാണ് അതിന്റെ എന്താ പറയാ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അവൈലബിലിറ്റിന്റെ കുറവ് കാരണമാണ് നമുക്ക് സ്ട്രെസ് അനുഭവപ്പെടുന്നത്. ഈ സ്ട്രെസ് നമുക്ക് ടെൻഷൻസ് ആയിട്ട് വരും, സ്റ്റൊമക് പെയിൻ ഉണ്ടാകാം, അതേപോലെ ഹെഡ് ഏക്ക് ഉണ്ടാവാം, അതുമല്ല ചില ആളുകൾ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, ചില ആളുകൾ അത് കാണിക്കുന്നത് കൂടുതൽ ഫുഡ് കഴിക്കുന്നവർ, ചില ആളുകൾക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കഴിക്കണം, ചില ആളുകൾക്ക് ഒരുപാട് നേരം ഉറങ്ങും, ചില ആളുകൾക്ക് ഉറക്കേന്ന് ഒരു സാധനം ഉണ്ടാവില്ല, ഇൻസോമിനിയ പോലെ രീതിയിലേക്ക് മാറും, ചില വ്യക്തികൾ ഓവറായിട്ട് ഷോപ്പ് ചെയ്യും. ഇതൊക്കെ ഇതിന്റെ ഒരു സിംറ്റംസ് ആണ്. പക്ഷെ നമ്മൾ സ്ട്രെസ്ഫുൾ ആണ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ ഇതൊക്കെ അതിന് ബേസിക് സിംറ്റംസ് ആണ് ഈ കാണുന്നത്. അതേപോലെ ഇംബാലൻസ് ആയിരിക്കും, ഇന്റേണൽ ഇംബാലൻസസ് വരും, ഒന്നിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല, അത് അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് കൂടെ കടന്നു പോകുമ്പോഴാണ് ആക്ച്വലി നമ്മൾ സ്ട്രെസ്ഫുൾ ആണ് എന്ന് പറയപ്പെടുന്നത്. അല്ലാതെ അനങ്ങിയ നമ്മളിപ്പോൾ നേരത്തെ ഡിപ്രഷൻ പറയുന്നത് പോലെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടെൻഷനേക്കാൾ അങ്ങേപ്പുറത്ത് നമുക്ക് ഒരു പീസ്ഫുൾ മൈൻഡ് തരാത്ത ഒന്നാണ്. അപ്പോൾ ഈ സ്ട്രെസ് തന്നെ രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് സ്ട്രെസ് ഉണ്ട്, നെഗറ്റീവ് സ്ട്രെസ് ഉണ്ട്. എന്തൊക്കെയാന്ന് പറയുമോ? പോസിറ്റീവ് സ്ട്രെസ്, നെഗറ്റീവ് സ്ട്രെസ്. പോസിറ്റീവ് സ്ട്രെസ് എന്തൊക്കെയാന്ന് പറയാൻ പറ്റുമോ? എക്സാം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് പോസിറ്റീവ്, ഇന്റർവ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കുന്നത് പോസിറ്റീവ് സ്ട്രെസ്. അത് ഒരു വിധം അത് പോസിറ്റീവായിട്ട്, എനിക്കത് നെഗറ്റീവായിട്ട് സ്ട്രെസ്സാണ് തോന്നുന്നത്. പോസിറ്റീവ് സ്ട്രെസ് വരുമ്പോൾ കൂടുതൽ നമ്മൾ എഫക്റ്റ് ആവുന്ന എന്താണെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ അച്ചീവ്മെന്റ്സ്, പ്രൊമോഷൻസ്, അതേപോലെ ഒരു പുതിയ ഒരു ബേബിന്റെ ഒരു കുട്ടി ജനിക്കുക എന്നുള്ളത്, ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച് കിട്ടുന്ന, നമ്മൾ ഇഷ്ടപ്പെട്ടത് നമുക്ക് കിട്ടും, നമ്മൾ സ്വപ്നം കണ്ട ഓരോ കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഈവൻ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോഴും നമ്മൾ സ്ട്രെസ്ഫുൾ ആണ്. അത് നമ്മൾ അവിടെ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അറിയാതെ നമ്മൾ സ്ട്രെസ്ഫുൾ ആണ്. കാരണം ഒരു അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൂടുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ വർക്ക് പ്രഷർ കൂടും, ടൈമിങ് കൂടും, അതുപോലെ ഈവൻ സാലറി കൂടുമെങ്കിൽ പോലും അതിൽ വർക്ക് ലോഡ് ഒരുപാട് കൂടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ പ്രൊമോഷൻ എന്താണ് ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് സ്ട്രെസ്ഫുൾ ആണ്.
ഫോർ എ ലിറ്റിൽ ടൈം ബീങ്. അതിനോട് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആകും. പക്ഷെ ആ ടൈം ബീങ്ങിൽ എന്ത് ചെയ്യും, നമ്മൾ സ്ട്രെസ്ഫുൾ ആണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ, ഇവൻ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിൽ ആണെങ്കിൽ പോലും നമ്മൾ സ്ട്രെസ്ഫുൾ ആണ്. ഇനി എന്ത് ആകും, എല്ലാം ഓക്കെ ആകുമോ, എല്ലാത്തിനും നമുക്കൊരു സ്ട്രെസ്സസ് ഉണ്ട്. ഇനി നെഗറ്റീവ് സ്ട്രെസ്സസ് എന്തൊക്കെയാണ്? ഹലോ, Yes, ma'am. നെഗറ്റീവ് സ്ട്രെസ് can anyone say? ഈ പോസിറ്റീവ് സ്ട്രെസ് അല്ലാത്ത കാര്യങ്ങളൊക്കെ നെഗറ്റീവ് സ്ട്രെസ് ആണ്. അതെ അതെ, നമ്മളെ ഡേ ടു ഡേ കാര്യങ്ങളെ വരെ ബാധിക്കുന്ന എന്താണോ അതൊക്കെ നമുക്ക് നെഗറ്റീവ് സ്ട്രെസ്സുകളാണ്. ഒരു മൈന്യൂട്ട് കാര്യം മുതല് ഇതല്ലാതെ ഒരു അച്ചീവ്മെന്റ്സ് അല്ലാതെ നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളും, ഈവൻ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് ഓഫീസിൽ എത്താൻ പറ്റാത്തത്, ബസ് ലേറ്റ് ആകുന്നത്, ഒരു സിറ്റുവേഷൻ ഉണ്ട്, ബട്ടർഫ്ലൈസ് ഇൻ സ്റ്റൊമക്ക് എന്ന് പറയും അല്ലെ, ആ സിറ്റുവേഷൻ വരെ നമുക്ക് സ്ട്രെസ്ഫുൾ ആണ്. കൈയിന്റെ നമ്മുടെ കൈയിന്റെ ഉള്ളനടികൾ വിയർക്കും, നെറ്റികൾ വിയർക്കും, നമുക്ക് തന്നെ അറിയാതെ ഒരു ഷിവറിങ് വരും. ചില ആളുകൾ നന്നായിട്ട് വിയർത്ത് കുളിക്കും, ചില ആളുകൾക്ക് ഷിവറിങ് അല്ലെങ്കിൽ ശരീരം ഭയങ്കര തണുപ്പാകും ആ ടൈമിൽ. പക്ഷെ എന്തിനാണ് അവർ സ്ട്രെസ്ഫുൾ ആവുന്നത്? അതിൽ ചിലപ്പോ അവർ പോലും അറിയാതെ ആ ഒരു സിറ്റുവേഷൻ അവരങ്ങനെ ആയി തീരുകയാണ്. സോ ഇതില് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ് ഒരു റിലീഫും കൂടാതെ, വിത്തൗട്ട് എനി റിലീഫ് കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്ട്രെസ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു ഡിസ്ട്രെസ് സിറ്റുവേഷൻസ്. ഈ ഒരു റിലീഫും നമുക്ക് ഈ സ്ട്രെസ് കൊണ്ട് തരുന്നില്ല 100%. ശരിയാണ്. ആ സ്ട്രെസ് നമ്മൾ ഹലോ, ഒരു സംശയം ചോദിച്ചോട്ടെ, അതോ പിന്നെ ചോദിച്ചാൽ മതിയോ? പിന്നെ ചോദിച്ചാൽ മതി, ലാസ്റ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്തോളെ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു സ്ട്രെസ് വന്നെന്ന് കരുതി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നില്ല. ചിലപ്പോൾ ആ സിറ്റുവേഷൻ കൂടുതൽ മോശമായിരിക്കാം. ഓക്കെ, ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനർജി അല്ലെങ്കിൽ ടൈം ഇതെല്ലാം നെഗറ്റീവായി പോവുകയാണ് ചെയ്യുന്നത്. ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരാളെ ജോലിക്ക് അപ്പോയിന്റ് ആവുകയാണ്, ഫസ്റ്റ് ഡേയിൽ തന്നെ ബസ് മിസ്സാവുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രഷർ അല്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഓൺ ടൈമിൽ എത്തിപ്പെടാത്തതൊന്ന്, ബസ് ലേറ്റ് ആവുന്നതൊന്ന്, സ്വാഭാവികമായിട്ടും നമ്മുടെ പെർഫോമൻസ്, ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ കൊളാവും അല്ലെ. അപ്പൊ ആ എനർജി ലെവല് കുറയുമ്പോൾ തന്നെ നമ്മുടെ പെർഫോമൻസ് കുറയും, നമ്മുടെ മുന്നോട്ടുള്ള ഇനിയുള്ള ഡേയ്സ് എങ്ങനെ ആകും എന്നുള്ളൊരു ഇതുണ്ടാവും. പക്ഷെ ഇവൻ നമ്മൾ ഫസ്റ്റ് ദിവസം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ ഒന്നും കൂടി ബെറ്റർ ആവാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്ട്രെസ്ഫുൾ ആവുന്നതിന് പകരം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു റിലീഫും തരാത്ത സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഈവൻ 2 years അല്ലെങ്കിൽ 1 and more years ഇങ്ങനെ കടന്നുകൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്ട്രെസ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് അത് ലീഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു വ്യക്തി ഡിസ്ട്രെസ് എന്ന ലെവലിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അവിടെ മെഡിക്കേഷൻ ആണ് ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കോർട്ടിസോളിന്റെ അളവ് കൂടും തോറും നമ്മുടെ പല ആളുകളും പറയപ്പെടുന്ന ഒരു പരാതിയാണ് എയർഫോൾ. അത് ഇതിനൊരു മെയിൻ റീസൺ ആണ്. സ്ട്രെസ് കൂടുന്നതനുസരിച്ച് എയർഫോൾ കൂടും. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ് ഓഫ് കോർട്ടിസോൾ ഹോർമോൺ. കോർട്ടിസോൾ ഹോർമോണിന്റെ ഇൻക്രീസ് മൂലമാണ് ഹെയർ ഫോള്, അതേപോലെ ഹൈ BP, ചെസ്റ്റ് പ്രോബ്ലം ഉണ്ടാകും, ചെസ്റ്റ് പെയിൻ ഉണ്ടാകും, ഇൻഡജഷൻസ് ഉണ്ടാകും. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഫിസിക്കലി ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ തന്നെ മെന്റലി നമ്മൾ എന്ത് ചെയ്യും, വീക്കായി കണ്ട് വരും. ഓക്കെ, സോ ഇനി ഇങ്ങനത്തെ പ്രോബ്ലംസ് എങ്ങനെയൊക്കെയോ നമ്മുടെ സ്വാഭാവികമായിട്ടും ആളുകൾ ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അവർ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സൊല്യൂഷൻസ് അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങളാണ് ഒന്നെങ്കിൽ ഫോൺ അഡിക്ഷന്, സൈബർ അഡിക്ഷൻസ്, അല്ലെങ്കിൽ ഓവർ ഈറ്റിങ്. ഇൻസോമിനോ അതിന്റെ സിംറ്റംസ് ആയിട്ട് വരും. ഓവർ ഈറ്റിംഗ് വരിക, ഷോപ്പിംഗ് അല്ല, സൈബർ അഡിക്ഷന്, ആൽക്കഹോള്, ഫുഡ് അഡിക്ഷന്, പിന്നെ ഈ ചൂതാട്ടം പോലത്തെ കാർഡ് ഗെയിമുകൾ,
പിന്നെ ഇങ്ങനത്തെ രീതിയിലേക്ക് അവരെന്ത് ചെയ്യും, അവരുടെ സ്ട്രെസ്സിനെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് മാക്സിമം നോക്കും. അപ്പൊ എത്രത്തോളം അവർക്ക് ഏത് രീതിയിലാണോ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ സ്ട്രെസ് റിലീഫ് ആവുന്നത് എന്ന് അവർക്ക് തോന്നുന്നു, ആ സംഭവങ്ങൾ അവരെന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എന്ന് കരുതി അവരുടെ ജീവിതത്തിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള സൊല്യൂഷൻ അവർ കണ്ടെത്തുന്നില്ല. ഇതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗങ്ങൾ അവർ നോക്കുന്നില്ല. നേരെ മറിച്ച് ഇങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്കത് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്താണോ ചെയ്യുന്നത് അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകുന്നല്ലാണ്ട് ഇതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ അതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യണമെന്നോ അവർ ചിന്തിക്കുന്നില്ല. ബേസിക് ആയിട്ട് 5 തരത്തിലാണ് സ്ട്രെസ് നമ്മളെ ബാധിക്കുന്നത്. അതിൽ ഒന്നാണ് ഫസ്റ്റ് കാര്യമാണ് സോഷ്യൽ കോസസ് എന്ന് പറയുന്നത്. സോഷ്യലായിട്ട് നമുക്ക് പുറത്ത് നമ്മൾ സോഷ്യലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടാവും. ആൽക്കഹോളിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ രീതിയിൽ ഉണ്ടാവുന്ന അതും അല്ലെങ്കിൽ സോഷ്യലായിട്ട് ഉണ്ടാവുന്ന ന്യൂസസ് ഉണ്ട്. ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഇന്നത്തെ കാലത്ത് ഫോണിലൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പം ഫോണിൽ ഓരോ മേർഡേഴ്സ് വരും, ക്രൈമുകൾ, അങ്ങനത്തെ അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ കളവ് പോയ കാര്യങ്ങൾ, ആക്സിഡൻസ്, ഈ സംഭവങ്ങൾ ഡെയിലി കാണുന്നത്. എന്തിനു പറയുന്നത്, നമ്മൾ ന്യൂസ് പേപ്പർ, നമ്മൾ മോർണിംഗിൽ ഫസ്റ്റ് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കണം എന്ന് പറയാറുണ്ട് ചെറുപ്പം മുതലേ. പക്ഷെ ഇന്നത്തെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് മെയിൻ ഷീറ്റ്, ഏത് പേപ്പറിനായിക്കോട്ടെ, മെയിൻ ഷീറ്റ് വരുന്നത് ഫുള്ള് ഒരു ബാഡ് ന്യൂസസ് ആണ് വരുന്നത്, ഒരു നെഗറ്റീവ് ന്യൂസ് ആണ് ഫുള്ള് വരുന്നത്. അതിന്റെ സെക്കൻഡ് പേജ് മുതൽ അല്ലെങ്കിൽ തേർഡ് പേജ് മുതലാണ് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു കോളത്തിൽ ചെറിയ ഭാഗത്തേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്ന പേജ്, അല്ലെങ്കിൽ മോർണിംഗ് രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് വന്ന് നോക്കുന്ന ആ സമയത്ത് നമ്മൾ കാണുന്ന നെഗറ്റീവ് ന്യൂസും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും, അതിലൊന്നും പോസിറ്റിവിറ്റി നമുക്കില്ല. അപ്പൊ ഇത് കാണുമ്പോൾ ആ സമയത്തായിരിക്കും ആ സെയിം സിറ്റുവേഷനിലൂടെ നമ്മളോ നമ്മുടെ റിലേറ്റീവ്സോ മറ്റാരെങ്കിലും യാത്ര ചെയ്തതോ അല്ലെങ്കിൽ അതുമായി സംബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ വീണ്ടും നമ്മൾ സ്ട്രെസ് ആവാൻ, ടെൻഷൻ ആവാൻ തുടങ്ങി. ആ ന്യൂസ് സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യും, ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പൊ ഈ ഫോണിലായിക്കോട്ടെ, മറ്റേതൊരു ഡിജിറ്റലായിക്കോട്ടെ അല്ലെങ്കിൽ പേപ്പറിലായിക്കോട്ടെ ഒക്കെ നമ്മൾ ദിനേന കേൾക്കുന്ന ന്യൂസസ് ആണെങ്കിൽ അങ്ങനത്തെ ന്യൂസസ് ആണ്. ഇനി അതും അല്ലെങ്കിൽ സ്ത്രീകൾ പലപ്പോഴും ഫോൺ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇന്ന് അവിടെ അങ്ങനെ ഉണ്ടായി, ഇന്ന് ഇവിടെ ഇങ്ങനെ ഉണ്ടായി, ഈ നെഗറ്റീവ് ന്യൂസസ് ആണ് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പോസിറ്റീവ് ന്യൂസ് ട്രാൻസ്ഫർ ചെയ്യുന്നേക്കാളും അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് നെഗറ്റീവ് ന്യൂസസ് ആണ്, എസ്പെഷ്യലി വീട്ടമ്മമാര്. അപ്പോൾ ഇവർക്ക് സ്ട്രെസ്, അവർ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നിന്ന് വർക്ക് ചെയ്യുന്ന വീട്ടിലുള്ള ഹൗസ് വൈഫ്, വീട്ടമ്മമാർ കൂടുതൽ സ്ട്രെസ്ഫുൾ ആവുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെയാണ്. അതായത് ഈ ന്യൂസ് അവർക്ക് പുറമെ നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയന്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടും ഞാൻ പലരെ അറിഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പാരന്റ്സോ അല്ലെങ്കിൽ അറിയുന്ന ആളുകൾ അവരിങ്ങനെ നെഗറ്റീവ് ന്യൂസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. ഞാൻ ചോദിക്കും, എന്തിനാ നെഗറ്റീവ് ന്യൂസ് സർക്കുലേറ്റ് ചെയ്യണം? ഈ നെഗറ്റീവ് ന്യൂസ് സർക്കുലേറ്റ് ചെയ്തതോട് കൂടി അവർക്കൊന്നും കിട്ടാനില്ല. നേരെ മറിച്ച് അവർ ടെൻഷൻ അടിക്കുക. ചില ആളുകൾക്ക് അന്ന് ഉറക്കം ഉണ്ടാവില്ല. പിന്നെ ഈ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് മനസ്സിൽ ഇതിങ്ങനെ സ്വരുക്കൂട്ടി അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്ത് ടെൻഷനും പിന്നെ അത് ഓർക്കില്ലാത്ത രീതിയിലേക്കൊക്കെ എത്തിക്കും. അപ്പൊ ഇങ്ങനത്തെ ഉള്ള സോഷ്യൽ കോസസ് ഇപ്പോ ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ഇമ്പാക്റ്റും എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്, ടെൻഷൻസ് ആണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ്, അതേ മേർഡേഴ്സ്, അതേപോലെ തന്നെ റിലീജിയസ് ഇഷ്യൂസ്, ഇതൊക്കെ ടൈപ്പ് ഓഫ് സോഷ്യൽ കോസസ് ആണ്. മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങള്, അത് ഇപ്പോ SIRന്റെ പ്രശ്നങ്ങള്, പൗരത്വ ഭേദഗതി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഒരുപാട് ആളുകൾ ടെൻഷൻ അടിച്ചിട്ട്, എന്തിനു വേറെ പറയുന്നു, ഇന്നത്തെ ഡേറ്റ്, അതായത് ഇന്ന് 27 വരെ ഇന്ത്യയിലെ ഏകദേശം 5 BLOമാരാണ് സൂസൈഡ് ചെയ്തിട്ടുള്ളത്. 5 BLOമാര്. ഈ സൂസൈഡ് ചെയ്യാനുള്ള കാരണം വർക്ക് പ്രഷറും സ്ട്രെസ്സും കാരണമാണ്. ഇതിൽ ഇപ്പോ എൻ്റെ വീട്ടില്, അതായത് എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ, കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ BLOമാരും ഇവിടെ എന്താ പറയാ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്, വർക്ക് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആസ് ഓഫ് നോ ഇപ്പൊ ഈ SIR എന്ന സംഭവം തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. ഈവൻ ഒരു 1 month ഒക്കെ ആവുന്നുള്ളൂ. ഇതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളും ഫോമും സർക്കുലേറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു മാസത്തിനുള്ളിൽ 5 സൂസൈഡൽ കേസസ് ആണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, പല ഡിസ്ട്രിക്റ്റിലായിട്ട്.
അപ്പോൾ ഇതൊക്കെ ഒരു സോഷ്യൽ കോസസ് ആണ് നമുക്ക്. പക്ഷെ അവര് മേ ബി അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഒരു നിമിഷത്തെ ചിന്ത മതി അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിപ്പോവാൻ അല്ലെ. ഒരു സെക്കൻഡ് കോസ് ആണ് ഫാമിലി കോസ്. ഫാമിലി ഇഷ്യൂസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിക്കോട്ടെ, ഇൻലോസ് ഇഷ്യൂസ്, അതേപോലെ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ്, നമ്മൾ പരസ്പരം മനസ്സിലാക്കാത്ത പ്രശ്നങ്ങൾ, ഡെപ്തുകൾ, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, വീട് വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഇതെല്ലാം നമ്മൾ സ്ട്രെസ്ഫുൾ ആക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ദെൻ നെക്സ്റ്റ് ഒരു അതാണ് പ്രൊഫഷണൽ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ BLOന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ആൻഡ് വർക്ക് ഇഷ്യൂസ് വരുന്നുള്ളൂ, വർക്ക് പ്രഷർ. അതിൽ മെയിനായിട്ട് വരുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സിറ്റുവേഷൻ, കോർപ്പറേറ്റ് ഇതിലൊക്കെ ഈ എന്താ പറയാ ടാർഗറ്റ് അച്ചീവ് ചെയ്യാന്നുള്ള സംഭവമുണ്ട്. മന്ത്ലി ഇത്ര ടാർഗറ്റ് വേണം എന്നുള്ള സംഭവം. അപ്പൊ ആ സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നമ്മൾ ടാർഗറ്റ് എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യും. അപ്പോൾ ഇവൻ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്ട്രെസ്ഫുൾ ആണ്. ആ സ്ട്രെസ് നമ്മൾ ഫാമിലിയിലും ഇവൻ ഫാമിലിയിലുള്ള സ്ട്രെസ് നമ്മൾ പ്രൊഫഷണലിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൈസ് വേഴ്സ മാറ്റിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ പേഴ്സണൽ സ്ട്രെസ്, ഫോർത്താണ് പേഴ്സണൽ സ്ട്രെസ്. ഈ പേഴ്സണൽ സ്ട്രെസ് ഒരു എക്സാമ്പിളാണ്. നമ്മൾ പ്രൊഫഷണൽ സ്ട്രെസ്സിൽ ഇപ്പൊ ഇവൻ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തെറ്റാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ട് പോലും തെറ്റായ പ്രവർത്തനം ടാർഗറ്റിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ആൾ സ്ട്രെസ്ഫുൾ ആയി. ഓക്കെ, യു ഗെറ്റ് ദ പോയിന്റ്. അത് നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ അന്ന് ആപത് സാഹചര്യം അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് കുറ്റബോധം കാരണം നമ്മൾ സ്ട്രെസ്ഫുൾ ആവും. അങ്ങനെ സിറ്റുവേഷൻസും ഉണ്ട്. അതാണ് പേഴ്സണൽ സ്ട്രെസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഈ സംഭവം. ദെൻ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് പിന്നെ പേഴ്സണലി വരുന്നത്. കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാതെ മനസ്സിൽ എന്ത് വിഷമങ്ങളും പരിഭവങ്ങളും എന്ത് ഒരു വസ്തുത ഉണ്ടെങ്കിൽ പോലും അത് ഷെയർ ചെയ്യാതെ ഈവൻ സ്പോർട്സിനോടോ ഫ്രണ്ട്സിനോടോ ആരോടും ഷെയർ ചെയ്ത് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ട് നടക്കും തോറും സ്ട്രെസ് ഇങ്ങനെ കൂടി വരും. നേരെ മറിച്ചിട്ട് നമുക്ക് എന്തൊരു ഒരു റിലീഫ് വേണമെന്നുണ്ടെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്നെങ്കിൽ ഒരു വ്യക്തിനോട് പറയുകയോ അതുമല്ലെങ്കിൽ ഒരു തുണ്ട് പേപ്പറിൽ അത് എഴുതി വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്രത്തോളം സുഖം നമുക്ക് മനസ്സിന് കിട്ടും. ഒരു ഭാരം മനസ്സിൽ നിന്ന് കുറഞ്ഞിരിക്കും. ഇപ്പോൾ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ കാരണം നമുക്ക് എന്ത് വരാം, സ്ട്രെസ് വരാം. ദെൻ ഇന്ററപ്ഷൻ ആണ്. അതായത് തിരിച്ച് ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ തിരിച്ചൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഒരുപാട് ഇത് മറ്റുള്ള, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോടതിയിലൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക, അതേപോലെ കടം കൊടുത്ത് സഹായിക്കുക, ഇത് കൂടുതലായി കഴിഞ്ഞാൽ, ചെറിയ രീതിയിലല്ല കൂടുതലായി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഒരു ഭയങ്കര പ്രശ്നത്തിലേക്ക് നയിക്കും. സ്വാഭാവികമായിട്ടും അതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് മാറും. ഈവൻ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കൂല ഇത് നല്ല രീതിയിൽ നല്ലൊരു പ്രവർത്തനം അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും ചില ആളുകൾ നമ്മൾ പറയും, എന്തിനാണ് അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത്, എൻ്റെ പൈസ അല്ലേ, അല്ലെ നിങ്ങളുടെ പൈസ അല്ലേ, ഒരു കാര്യമില്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും അങ്ങനെ ചെയ്യണോ. അപ്പം നമുക്കൊരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് അവിടെ കിട്ടുകയാണ്. അപ്പൊ ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് കിട്ടുന്നോ അന്ന് മുതൽ നമ്മുടെ മൈൻഡ് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ശരിയല്ല, ഞാൻ ഇപ്പൊ ഇതുവരെ ചെയ്തു, എനിക്ക് എന്ത് കിട്ടിയിട്ടില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ചില ആളുകൾ അത് തിരിച്ചൊരു പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന ആളുകളും ഉണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ചില ആളുകളിൽ മാത്രം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഭാവിയിൽ കടന്നു വരാറുണ്ട്. ദെൻ പ്രോക്കാസ്റ്റിനേഷൻ, പേഴ്സണൽ സിറ്റുവേഷനിൽ വരുന്ന ഒന്നാണ് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും നീട്ടി കൊണ്ടുപോവുക. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ പറഞ്ഞ പോലെ നാളെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുക. സ്വാഭാവികമായിട്ടും നമുക്ക് ആ ചെയ്യേണ്ട കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും പ്രഷർ കൂടുകയും സ്ട്രെസ് വരികയും വീണ്ടും വർക്ക് ലോഡ് കൂടുകയും വരും. അപ്പോൾ ആദ്യത്തെ വർക്ക് നമുക്ക് ഫുള്ളാക്കാനും പറ്റൂല, പുതിയ വർക്കുകൾ ലോഡ് ആയിങ്ങാണ്ട് വരും ചെയ്യും. അപ്പൊ ഏതൊരു കാര്യമാണെങ്കിലും നീട്ടി വെക്കുക. അത് വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, പ്രൊഫഷണൽ കാര്യങ്ങളായിക്കോട്ടെ, മറ്റേത് കാര്യങ്ങളും നീട്ടി കൊണ്ടുപോകുന്ന ഒരു സംഭവം. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ക്ലാറ്റേർഡ് ഡെസ്ക്. ഒരു അടുക്കും ചിട്ടയില്ലാത്ത ജീവിതം എന്ന് പറയാല്ലേ നമ്മള്. അപ്പൊ ഈ അടുക്കും ചിട്ടയില്ലാത്ത ഈ ജീവിതം വരുന്ന സമയത്തും ഇതുപോലെയുള്ള സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷൻസ് വരും. അതായത് നമ്മൾ സ്ട്രെസ്ഫുൾ ആകും. അത് ഒരു കുറച്ച് കാലത്ത് നമുക്ക് ഓക്കെ ആയിട്ട് തോന്നും.
പിന്നെ അത് നമുക്ക് സ്ട്രെസ് ആകും. നേരത്തെ പറഞ്ഞ പോലത്തെ ആ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കഹോളിക് ആയിട്ടുള്ള ഇതിലേക്കാണ് കൂടുതലും ഈ ക്ലാറ്റേർഡ് ആയിട്ടുള്ള ആളുകൾ പോകുന്നത്, അതല്ലെങ്കിൽ ഗ്ലാമ്പിങ് പോലത്തെ കാര്യങ്ങളിലേക്ക്. പിന്നെ ഇന്നബിലിറ്റി ടു സേ നോ, അത് പിന്നെ ക്ലോസ് ഫ്രണ്ട്സിനോടാണെങ്കിൽ പോലും മറ്റേത് റിലേഷൻഷിപ്പിലാണെങ്കിലും മറ്റു സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സോഷ്യലായിട്ട് പ്രൊഫഷണൽ ആയിക്കോട്ടെ ഫാമിലി പരമായിട്ട് നമ്മൾ കൂടുതൽ ഒരാളോട് അടുത്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് എങ്ങനെ അവരോട് നോ എന്ന് പറയാം, അവരെന്താ വിചാരിക്കുക, ഇവൻ നമുക്ക് ചിലപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് വരാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അത്രത്തോളം പിന്നെ സ്ട്രെസ് എടുത്ത് പ്രഷർ ചെയ്ത് എന്ത് വന്നാലും വേണ്ടില്ല, എനിക്ക് എന്ത് ബുദ്ധിമുട്ടായി കഴിഞ്ഞാലും വേണ്ടിയില്ല, അവരൊരു ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എങ്ങനെ മോശമല്ലേ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ അവർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അത് ചെയ്ത് കൊടുക്കണം നമ്മൾ വിചാരിക്കും. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അത് അവര് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം നമ്മൾ എസ് പറയാം. അല്ലാത്ത എന്ത് കാര്യമാണെങ്കിലോ അത് പേഴ്സണലി മെന്റലി നിങ്ങളെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നോ പറയാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. നോ പറയാതെ നമ്മൾ എസ് പറഞ്ഞ് അവരെ പിണക്കണ്ടല്ലോ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തിരിച്ച് നമുക്ക് തന്നെ വിനയായി വരാറുണ്ട്. ഓക്കെ, ഇതാണ് ഇന്നബിലിറ്റി ടു സേ നോ എന്നുള്ള പോയിന്റിൽ പറയുന്നത്. ദെൻ നെഗറ്റീവ് തിങ്കിങ് ആണ്. ഓവർ തിങ്കിങ്ങോ നെഗറ്റീവ് തിങ്കിങ് മുഖേന നമുക്ക് സ്ട്രെസ് വരാറുണ്ട്. ടെൻഷനും സ്ട്രെസ്സും പ്രഷറും, അതിൽ സ്ട്രെസ് കൂടുമ്പോൾ തന്നെ ഹൈ BP കാര്യങ്ങൾ കൂടും. ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും എസ്പെഷ്യലി BP നമുക്ക് കൂടുന്നുണ്ട്. ദെൻ ആൻസൈറ്റി, അനാവശ്യമായിട്ടുള്ള പേടി, ഉത്കണ്ഠ, ഭയം. ഈവൻ നമ്മൾ പുറത്ത് ഒറ്റക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയെ സമയത്തോളം പുറത്ത് എന്ത് ശബ്ദം കേട്ട് കഴിഞ്ഞാലും പേടി തോന്നും. ഇനി ചെറുപ്പത്തിൽ ഏതെങ്കിലും കുട്ടിയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അഡൾട്ട്ഹുഡ് വരെ ആ പേടി നിലനിൽക്കും. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ചില സൗണ്ട്സിനോടോ അല്ലെങ്കിൽ ചില വിഷ്വൽസിനോടോ അവർ സ്ട്രെസ്ഫുൾ ആയിരിക്കാം, ചില സിറ്റുവേഷൻസിനോട് അവർ സ്ട്രെസ്ഫുൾ ആയിരിക്കാം. അത് ഈ ആൻസൈറ്റി മുഖേന വരുന്ന ഒരു കാര്യമാണ്. ദെൻ ദ ഫൈനൽ തിങ്, ഫിഫ്ത്ത് പോയിന്റ് ആണ് ബയോളജിക്കൽ കോസസ് എന്ന് പറയുന്നത്. ബയോളജിക്കലായിട്ടും നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ട് വരുന്നതാണെന്ന് സെറോട്ടനിന്റെ ലെവല് കൂടുക എന്നുള്ളത്, ഇൻക്രീസിങ് ഓഫ് സെറോട്ടനിൻ ഹോർമോൺ, അതേപോലെ ഡോപ്പമിൻ, അതേപോലെ വാട്ടർ ലെവല്, ബോഡിയിലുള്ള വാട്ടർ ലെവല്, ബ്രെയിനിലുള്ള ഓക്സിജൻ ലെവല്, ഇതെല്ലാം കൂടിക്കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ ഒക്കെ അളവ് കൂടിക്കഴിഞ്ഞാൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാകും. സ്വാഭാവികമായിട്ടും സ്ട്രെസ് ആകും, ടെൻഷൻ ആകും, BP കൂടും, നമ്മൾ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും, നമുക്ക് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ ടൈപ്പ് ഓഫ് സ്ട്രെസ് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ 5 സിറ്റുവേഷൻസിലൂടെ നമ്മൾ ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷൻസ് ഇല്ലാതില്ല. കറക്റ്റായിട്ട് എന്തായാലും ഉണ്ടാകും. ദിവസം ഒരാൾ എന്തായാലും ഒന്നെങ്കിൽ പ്രൊഫഷണലോ അല്ലെങ്കിൽ ഈ ഫാമിലി, സോഷ്യൽ അല്ലെങ്കിൽ ബയോളജിക്കലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമ്മൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ 5 കാര്യത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് സ്ട്രെസ് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി എങ്ങനെയൊക്കെ സ്ട്രെസ് നമുക്ക് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ ഈ സ്ട്രെസ്സിന് എന്തൊക്കെ സൊല്യൂഷൻസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ 2-3 പോയിന്റ്സ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ടൈം കഴിയും. അപ്പോൾ ഈവൻ ഇതിന്റെ നെക്സ്റ്റ് കണ്ടിന്യൂസ് സെഷൻസ് വരുന്നുണ്ട്. സ്ട്രെസ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം, അതിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാന്നുള്ളത് നെക്സ്റ്റ് സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വിവരിക്കുന്നതാണ്. ആസ് ഓഫ് നൗ ഒരു സിമ്പിൾ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് ബ്രീത്തിങ് ആണ്. നമുക്ക് എപ്പോൾ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് വരിക ഈ ബട്ടർഫ്ലൈസ് ഇൻ സ്റ്റൊമക്ക് ആണ്. ഇവിടെ ഒരു നെഞ്ഞത്തെ ഒരു വേദന എന്നൊക്കെ പറയില്ല, അത് ചെസ്റ്റ് പെയിൻ പോലെ തന്നെ വയറ് ആകെ ഒരു കാളിച്ച എന്നൊക്കെ പറയും. ഈ സമയത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ ആണ് അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ ബോഡി ജസ്റ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവാം ആൾ ടെൻസ്ഡ് ആണോ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആണോ എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ബോക്സ് ബ്രീത്തിങ് എന്നൊരു സംഭവം ഉണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ ഒരു ആള് ചോദിച്ചു എക്സാമിന്
മുന്നേ കയറുന്നത് പോസിറ്റീവ് സ്ട്രെസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ എക്സാമിന് മുന്നേ കയറുമ്പോഴൊക്കെ നമുക്ക് ഈ ബോക്സ് ബ്രീതിങ് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സാമിന് ഇന്റർവ്യൂക്ക് പോകുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നടക്കാൻ പോകുന്ന സമയത്ത് പല ആളുകൾക്കും കൂടുതൽ നെർവസ് ആയിട്ട് കൊളാവാറുണ്ട്. അപ്പോൾ ടെൻഷൻ ആവുന്ന സമയത്ത്, കൂടുതൽ നെർവസ് ആവുന്ന സമയത്ത് ഈ ബോക്സ് ബ്രീതിങ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ബോക്സ് ബ്രീതിങ് പറഞ്ഞാൽ 4:4:4:4 ബ്രീതിങ് എക്സസൈസ് ആണ്, ഒരു ബ്രീതിങ് തെറാപ്പിയാണ്. അതായത് 4 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് എക്സെയിൽ ചെയ്യുക, 4 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു 2 to 3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒന്നും കൂടി റിലീഫ് ആവും, ഒന്നുകൂടി റിലാക്സ് ആവും, വി ഫീൽ ബെറ്റർ. ഓക്കെ, 4:4:4:4. 4 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് എക്സെയിൽ ചെയ്യുക, 4 സെക്കൻഡ് റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം 2 to 3 ടൈംസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒന്നും കൂടെ ബെറ്റർ റിലീഫ് കിട്ടുമെന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഒരു ടിപ്പാണ് മൂവ് യുവർ ബോഡി. നമ്മുടെ ജോയിൻസ്, അതേപോലെ തന്നെ ടോട്ടൽ ബോഡി മൂവ് ചെയ്യുക എന്നുള്ളത്. ഇരിക്കുന്ന പൊസിഷൻ, നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നടക്കാൻ ശ്രമിക്കുക, ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് നേരം നടക്കുക. അതേപോലെ എല്ലാ ജോയിൻസും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, നെക്ക് മുതൽ എല്ലാ ജോയിൻസും റൊട്ടേറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ഡെയിലി എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ബ്ലഡ് ഫ്ലോനെ ഇൻക്രീസ് ചെയ്യാനും ബോഡി കൂടുതൽ എനർജറ്റിക് ആക്കാനും സഹായിക്കുന്ന ഒന്നാണ്. പിന്നുള്ളതാണ് ടോക്ക് ആൻഡ് കണക്ട്. നേരത്തെ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ മുഖേന വരുന്ന ഒരുപാട് സ്ട്രെസ്സസ് ഉണ്ട്. മനസ്സിൽ പല പ്രശ്നങ്ങളും ഇട്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിങ്ങനെ ഹ്യൂജായി വരും. അപ്പോൾ നമ്മൾ ടോക്ക് ആൻഡ് റീകണക്ട് വിത്ത് അതേഴ്സ്. എന്ത് വിഷമങ്ങളും എന്ത് പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ ഒരാളെ കണ്ടെത്തുക. ഈവൻ നമ്മുടെ സ്പോസ് ആയിക്കോട്ടെ, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ. ഈവൻ ഇനി അതിലൊന്നും നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ്സോ ഒരു റിലീഫോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കൺസൾട്ടന്റ്, സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ആളുകളെ പോയി കണ്ട് അവരോട് സംസാരിക്കുക, അവരോട് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ്, 3 സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് സ്ട്രെസ് എങ്ങനെ റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ റിലീഫ് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രെസ്സിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നത്. ഓക്കെ, സോ ഇന്ന് ഇത്രയാണ് ഇന്നത്തെ സെഷന്. അപ്പോൾ നെക്സ്റ്റ് സെഷൻ എന്തായാലും സ്ട്രെസ് മാനേജ്മെന്റ് സൊല്യൂഷൻസ്, സൈക്കോളജിക്കൽ സൊല്യൂഷൻസിന് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ നീങ്ങിക്കഴിഞ്ഞാലുള്ള ടൈം കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര വെച്ച് നിർത്തുന്നത്. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സെഷനെ കുറിച്ച് ഫീഡ്ബാക്കോ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. ആർക്കും ഡൗട്ടൊന്നുമില്ല, ഭയങ്കര ക്ലിയർ ആയിരുന്നു എന്ന് തോന്നുന്നു. സ്ട്രെസ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്നത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, അല്ലെ? ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടാവുമ്പോൾ തന്നെ ബേസിക് സ്ട്രെസ് അവിടെ നിന്ന് തുടങ്ങും. ആ ഒരു ചെറിയ സ്ട്രെസ് മതി പിന്നെ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജബിൾ അല്ലാതെ നമ്മുടെ കൺട്രോളിൽ നിന്ന് കൈവിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്ത എന്താ പറയുന്നത്, ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുന്ന സെഷന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ ഇത്രയും നേരം ക്ലാസ് എടുത്തതിനും നല്ലൊരു ഇൻട്രോ തന്നതിനും നെയ്മ മാമിനും, അതുപോലെ ഇത്രയും നേരം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് എടുത്തതിന് അഫ്നാൻ മാമിനും താങ്ക് യു. അതുപോലെ തന്നെ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി. നമ്മൾ ഇത്രയും നേരം കേട്ടിരുന്നത് നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിന്റെ ഒരു സെഷനായിരുന്നു, ഫ്രീ വെബിനാർ ആയിരുന്നു. ഇതുപോലെ അടുത്ത ഫ്രീ വെബിനാർ ശനിയാഴ്ച മറ്റൊരു ട്രെയിനറുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോഴും ഇതേപോലെ വന്ന് എല്ലാവരും അറ്റൻഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you.